ഹലോ ക്യൂട്ടീസ്, ഇന്ന് നമുക്കൊരു അബ്സ്ട്രാക്ട് പെയിൻറ്റിങ് ചെയ്യാമല്ലോ. ഞാൻ അടുത്തിടയ്ക്ക് നമ്മുടെ പേസ്റ്റ് കളർ മേടിച്ചായിരുന്നു. പണ്ടത്തെ പേസ്റ്റ് കളറല്ല, ഇപ്പോൾ പുതിയതായിട്ട് ഫെവിക്രിലിൻ്റെ അക്രിലിക് പെയിൻറ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് 10 ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. അപ്പം 10 ഷെയ്ഡ്സ് വെച്ചപ്പോൾ എനിക്ക് ഈ പേസ്റ്റൽ ഷെയ്ഡ്സിനോട് വല്ലാത്തൊരു ഭ്രമം പോലെയാണ് കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത് മേടിക്കാമെന്ന് വെച്ചു. അപ്പം മേടിച്ചിട്ട് ഞാൻ നോക്കിയപ്പം ചുമ്മാ കളർ കാണിക്കുന്ന ചുമ്മാ അബ്സ്ട്രാക്ട് പെയിൻറ്റിങ് പോലെ ചെയ്തേക്കുന്നത്. ഏത് കളർ വേണമെങ്കിലും അതിനകത്ത് അടിക്കുമല്ലോ. സാധാരണ അതിനകത്തും ഡാർക്ക് അല്ലെങ്കിൽ വാം ഷെയ്ഡ്സ് അടിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഈ പേസ്റ്റൽ കളർ വെച്ച് അടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിനകത്തുള്ള ഓരോ ഷെയ്ഡ്സാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പം ലാസ്റ്റ് അതിൻ്റെ പേര് പറഞ്ഞുതരാം കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഓരോ പേരും കാണുമ്പോഴത്തേന് അയ്യോ ഏതാണ്ട് ഐസ്ക്രീം തിന്നുന്ന കൊതി പോലെ തോന്നും കേട്ടോ. അതുപോലത്തെ പേര് ക്യാപ്പച്ചീനോ എന്തോ ബട്ടർ ക്രീം യെല്ലോ അങ്ങനെയൊക്കെയാണ് പേര് കേട്ടോ. ആ പേരൊക്കെ കണ്ടാത്തൊന്നും ഇതിപ്പോൾ ഐസ്ക്രീമിനകത്ത് കൊടുത്തു. സത്യം പറഞ്ഞാൽ അതിൻ്റെ ക്രീമി സ്ട്രക്ചറാണ്, ഭയങ്കരമായിട്ട് നല്ല സൂപ്പറായിട്ടുള്ള കളറാണ്. പക്ഷേ നമുക്ക് എല്ലാത്തിനകത്ത് പേസ്റ്റൽ ഷെയ്ഡ്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പം എനിക്കെന്തോ അറിയത്തില്ല, പേസ്റ്റൽ ഷെയ്ഡ്സ് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു രസം, പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മേടിച്ചതാണ്. ഇപ്പോൾ ഇവർ പണ്ടാണെങ്കിൽ അവരെനിക്കൊന്നു 3 എനിക്കൊന്നു 6 ഷെയ്ഡ്സിൻ്റെ അവർ ഇറക്കിയെന്ന് തോന്നുന്നു. അതിൻ്റെ തന്നെ അപ്പോൾ ഇവരിപ്പം 10 ഷെയ്ഡ്സിൻ്റെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പം 6 ഷെയ്ഡ്സിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ അങ്ങ് മേടിക്കണം എന്ന് വെച്ചാൽ സാധാരണ ഞാനങ്ങനെ കളർ ഒത്തിരി ഒന്നും മേടിച്ച് വെക്കാറില്ല. ഇപ്പോൾ ഉള്ളതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിങ്ങനെ പോവാം. പക്ഷേ അപ്പോൾ ഏതായാലും ഈ ഷെയ്ഡ്സൊക്കെ നല്ല സൂപ്പറാകട്ടെ. ഇത് കാണുമ്പോൾ നല്ല രസമായിട്ട് നമുക്ക് ഓരോ ക്രാഫ്റ്റൊക്കെ ചെയ്യാനും വരയ്ക്കാനും എടുക്കാനൊക്കെ നല്ല ഈ പാറ്റേൺ പേപ്പറൊക്കെ ഉണ്ടാക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഈ ജസ്റ്റ് ഒരു ഫേസ് ഞാൻ വരച്ചിരിക്കുകയാണ്. അതിനകത്ത് ഈ അബ്സ്ട്രാക്ട് പെയിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഷെയ്ഡല്ല യൂസ് നമുക്ക് ഇഷ്ടമുള്ള മൾട്ടി കളർ ഷെയ്ഡ്സും കൂടുതൽ വാം കളേഴ്സാണ്. വാം കളേഴ്സ് എന്ന് പറയുമ്പോൾ ഡാർക്ക് ഷെയ്ഡ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഡാർക്കിന് പകരം ഞാൻ ഈ പേസ്റ്റ് ഷെയ്ഡ്സ് യൂസും ചെയ്യാം. ഇതെങ്ങനെയാണെന്ന് നിങ്ങളോട് കാണിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട്, നമ്മൾ ഈ എല്ലാ ഷെയ്ഡ്സും സെപ്പറേറ്റ് ആയിട്ട് നല്ല രസമായിട്ട് ഇത് അടിക്കുമ്പോൾ എനിക്കെന്തോ നമ്മളിങ്ങനെ ക്രീം തേക്കുന്ന പോലെ തോന്നും കേട്ടോ. പക്ഷേ നിങ്ങളൊന്ന് മേടിച്ച് നോക്ക്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. ഇത് എനിക്കൊന്ന് ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ഞാൻ മേടിച്ചപ്പോൾ 200 സംതിങ്, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായി മേടിച്ച് വെച്ചിട്ട്, പക്ഷേ ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയില്ല. അപ്പോൾ ഞാൻ വെച്ച് ഇന്നൊന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ പറയണ്ടേ, ഈ ഷെയ്ഡ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ 6 ഷെയ്ഡ്സിൻ്റെ മേടിക്കും. അതിനും അത്ര വിലയുള്ളൂ. ഞാൻ 100 സംതിങ് എങ്ങാണ്ടേ ഉള്ളൂ, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഷെയ്ഡ്സ് മേടിച്ചു. ഈ കളറും ഇത് നമ്മൾ പറയത്തില്ല, നമ്മൾ ഈ പിള്ളേർക്ക് മുട്ടായി ഈ കളിപ്പാട്ടം കാണുമ്പോൾ തന്നെ അക്രാന്ന് കാണിക്കുന്ന പോലെയാണ് ഈ കളറ് കാണുമ്പം എന്നെപ്പോലെയുള്ളവർക്ക് അക്രാന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കളറ്, ഈ പെൻസില്, പേന ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അക്രാന്ത് കേട്ടോ. അപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം ഓരോ ഷെയ്ഡ്സും ഇതിനകത്തുള്ളതാണ്. ഓൺലി ബ്ലാക്കും റെഡും ഞാൻ അതിന് ജസ്റ്റ് ഇത് വരയ്ക്കാൻ വേണ്ടി മാത്രമേ യൂസ് ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ പേസ്റ്റൽ ഷെയ്ഡ്സിൻ്റെ ഓരോന്നിനും ഞാൻ പേരെഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ഓൺലി ബ്ലാക്ക് ഞാൻ കളർ അടിച്ചെന്നേ ഉള്ളൂ. അപ്പം ലൈക്ക് അടിക്കണേ, മറക്കല്ലേ.